നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കൃഷ്ണകുമാർ കുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറുന്നത്. ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്കായ സംഭവം സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറിയിരുന്നു. ഇതിനെതിരെ പല വിമർശനങ്ങളും ഉയരുകയും ചെയ്തിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ ദിവസം അഹാനയുടെ ആൽബം വീഡിയോ കൂടി പുറത്തുവന്നതോടെ വിമർശനങ്ങളുടെ എണ്ണവും കൂടി. ഭർത്താവിന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ദിയ കൃഷ്ണ പറഞ്ഞത് വിവാദമായതിനെ തുടർന്ന് വിഷയത്തിൽ തന്റെ അഭിപ്രായം വ്യക്തമാക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ. ദിയ സംസാരിക്കുന്നതിലാണ് പ്രശ്നങ്ങളെന്നും വേണമെങ്കിൽ കേട്ടിട്ട് പോണേ എന്ന മൂടാണെന്നും ഇത്തരത്തിൽ സംസാരിച്ചാൽ എപ്പോഴും എയറിലായിരിക്കുമെന്നും സായി കൃഷ്ണ പറഞ്ഞു. പ്രണയിച്ച് നടന്ന കാലത്ത് ഫുൾ ടൈം ദിയ അശ്വിന്റെ വീട്ടിലായിരുന്നു. ആ സമയത്തെ വ്ലോഗുകൾ പരിശോധിച്ചാൽ കാണാം. അന്ന് കംഫർട്ടിന്റെ പ്രശ്നം ദിയയ്ക്കുള്ളതായി പ്രേക്ഷകർക്കും തോന്നിയിരുന്നില്ല. മീനമ്മ മീനമ്മ എന്ന് നിരന്തരം പറയുന്നതും കാണാമായിരുന്നു. ഇപ്പോൾ കംഫർട്ട് സോൺ മാറി, മീനമ്മ മാറി, മീന ആന്റിയായി. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ചോദിക്കും, കുഞ്ഞുണ്ടായ ശേഷം അശ്വിന്റെ വീട്ടുകാരെ കാണാറില്ലേ, സംസാരിക്കാറില്ലേ എന്ന്. ദിയ സംസാരിക്കുന്നതിലാണ് പ്രശ്നങ്ങൾ. വേണമെങ്കിൽ കേട്ടിട്ട് പോടേ എന്ന മൂടാണ്. പ്രേക്ഷകർ ചോദ്യം ചോദിച്ചാൽ കൃത്യമായി ഉത്തരം കൊടുക്കാൻ പറ്റണം. അങ്ങനെ പറ്റില്ലെങ്കിൽ മറുപടി കൊടുക്കുന്നതിൽ ഒരു സ്വാഭാവികത വേണം. അല്ലാതെ അഹങ്കാരമുള്ളതുപോലെ മറുപടി കൊടുത്താൽ പ്രേക്ഷകർ പൊങ്കാലയിടും, എയറിലാക്കും. അമ്മ എന്ന് വിളിക്കുന്ന വിഷയത്തിൽ ദിയ സംസാരിച്ചപ്പോഴും സംഭവിച്ചത് ഇതാണ്. പിന്നെ ഭർത്താവിന്റെ അമ്മയെ എന്ത് വിളിക്കണം എന്നുള്ളത് ദിയയുടെ മാത്രം താല്പര്യമാണ്. അമ്മായിയമ്മയ്ക്ക് ഇതൊന്നും വിഷയമല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് പ്രശ്നം? അതുപോലെ മരുമകളെ മകളെന്ന് വിളിക്കുന്നവർ വിരളമാണ്. ചിലർ നാടകത്തിന് വേണ്ടി മകളെന്ന് വിളിക്കും. അതുപോലെ അമ്മ എന്ന് നാടകത്തിന്റെ ഭാഗമായി വിളിക്കുന്നവരുമുണ്ട്. കാര്യം പോലെ പറയാത്തതും ദിയയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഇവർക്കിതൊരു സീനാണെന്ന് തോന്നുന്നു. ഇതിനു മുൻപ് ദിയയുടെ സഹോദരി ഇഷാനി കുഞ്ഞമ്മ എന്ന പേരിൽ ഒരു സീൻ ഉണ്ടാക്കിയിരുന്നല്ലോ. പിന്നെ അടുത്ത കാലത്തായുള്ള മറ്റൊരു വിഷയം, ദിയയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പോലീസ് കേസ് വരും. മാന്യമായി പറയുന്നവരുടെ അഭിപ്രായം വിമർശനമായി മാത്രം കാണുക എന്നതാണ് ദിയയോട് പറയാനുള്ളത്. ഹൻസികയുടെ വീഡിയോ ലീക്കായ വിഷയത്തിൽ കൃത്യമായി കാര്യം പറഞ്ഞു പോയവർക്ക് വരെ അവർ ലീഗൽ നോട്ടീസ് അയച്ചു. പിന്നെ ഓമി മറ്റാരെയും അമ്മ എന്ന് വിളിക്കാൻ താൻ സമ്മതിക്കില്ലെന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഫ്രീഡം ഇപ്പോഴേ കട്ട് ചെയ്യുന്ന ടോക്സിക് അമ്മയെ പോലെ ദിയ സംസാരിക്കുന്നതായി തോന്നി. ഇങ്ങനെ പൊസസീവ് ആകുന്നത് ഓവറായി തോന്നി. ദിയ പറയുന്ന പല കാര്യങ്ങളിലും വ്യത്യസ്തതയുണ്ട്. ഇങ്ങനെ പൊസസീവ് ആകുന്നത് ഓവറായി തോന്നി. ദിയ പറയുന്ന പല കാര്യങ്ങളിലും വ്യത്യസ്തതയുണ്ട്. പുച്ഛവും കൂടുതലാണ്. ഞാൻ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ ശ്രമിക്കാറുള്ളതായി തോന്നി എന്നും സായി കൃഷ്ണ പറഞ്ഞു. അതേസമയം അനിയത്തി ഹൻസികയെ രക്ഷിക്കാൻ വേണ്ടി ദിയ മനഃപൂർവ്വം സൃഷ്ടിച്ച വിവാദമായി തോന്നിയെന്നായിരുന്നു കമന്റുകൾ. കാരണം ഈ വിഷയം വിവാദമാകും മുൻപ് ഹൻസിക സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇൻസ്റ്റഗ്രാമിലിട്ട ഗ്ലാമറസ് വീഡിയോ വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു. പണവും പ്രശസ്തിയും ഉണ്ടായിട്ടും എന്തിന് ഇത്തരത്തിൽ മോശം മെസ്സേജ് കൊടുക്കുന്ന വീഡിയോ ഹൻസിക എക്സ്ക്ലൂസീവ് കണ്ടന്റിൽ ഇടുന്നു എന്നതായിരുന്നു വിമർശിച്ചവർ ചോദിച്ചത്. അനിയത്തിയുടെ വിഷയം ഒന്ന് മാറ്റിവിടാൻ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയ പോലെ തോന്നി. അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കാൻ ദിയ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഓമി തന്റെ അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിച്ചാൽ അവനെ ചോദ്യം ചെയ്യുമെന്ന് പറയാൻ ദിയ ആരാണ്? തനിക്ക് ഗുണം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് ദിയ പുരോഗമനവാദിയാകുന്നത് എന്നും ചിലർ കുറിച്ചു. അതേസമയം ഹൻസികയുടെ വീഡിയോ വൈറലായതോടെ ഹൻസികയ്ക്കും കുടുംബത്തിനുമെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. ഇതിനിടയിൽ ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വീഡിയോ ലീക്കായത് ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ വരുമാനത്തിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ 315ഓളം സബ്സ്ക്രൈബേഴ്സ് മാത്രമുണ്ടായിരുന്ന ഹൻസികയുടെ അക്കൗണ്ടിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് പുതിയതായി എത്തിയത്. നിലവിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം 2777 കടന്നതായാണ് റിപ്പോർട്ടുകൾ. ഒരാൾക്ക് 390 രൂപയാണ് പ്രതിമാസ സബ്സ്ക്രിപ്ഷനായി ഈടാക്കുന്നത്. ഈ കണക്ക് വെച്ച് നോക്കിയാൽ ഏകദേശം 10 ലക്ഷത്തിലധികം രൂപ ഒരു മാസം ഹൻസികയ്ക്ക് വരുമാനമായി ലഭിക്കും. നേരത്തെ 299 രൂപയായിരുന്ന സബ്സ്ക്രിപ്ഷൻ ഫീസ് വീഡിയോ തരംഗമായതോടെ വർദ്ധിപ്പിച്ചതാണെന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനമുണ്ട്. ഹൻസികയെ പിന്തുണച്ചും ഒരു വിഭാഗം രംഗത്തുണ്ട്. പ്രചരിക്കുന്ന വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് ഫേക്ക് ആണെന്നാണ് ഇവരുടെ വാദം. താരത്തെ അപമാനിക്കാൻ ബോധപൂർവം ആരെങ്കിലും ചെയ്തതാകാമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് താരപുത്രിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി മനഃപൂർവ്വം അശ്ലീല വീഡിയോ പുറത്താക്കിയെന്നാണ് ചിലരുടെ വിമർശനം. വീഡിയോ വൈറലാകും മുൻപ് ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ ഫീ 299 രൂപയായിരുന്നുവെന്നും പിന്നീട് അത് 390 ആയെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിലുണ്ടായ കുതിപ്പ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ലീക്ക എന്ന് പറയുന്ന വീഡിയോയിൽ മോശമായൊന്നും ഇല്ല എന്നാണ് ആരാധകർ പറയുന്നത്. ലീക്കായതല്ലെന്നും താരം തന്നെ ആരാധകർക്കായി പങ്കുവച്ച സാധാരണ വീഡിയോയാണെന്നും അതിൽ അശ്ലീലത കാണുന്നത് ഫേസ്ബുക്ക് അമ്മാവന്മാർ ആണെന്നും ആരാധകർ പറയുന്നു. ഇതിനിടെ ഈ വീഡിയോ ഒറിജിനൽ അല്ലെന്നും AI ആണെന്നും ചിലർ പറയുന്നുണ്ട്. വീഡിയോ വലിയ ചർച്ചയും വിവാദവുമായി മാറിയെങ്കിലും ഹൻസിക ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. കടുത്ത ഭാഷയിലാണ് പലരും വിമർശനം ഉന്നയിക്കുന്നത്. കാശുണ്ടാക്കാനുള്ള പെടാപ്പാടാണ് ഇതെന്നും പറയുന്നുണ്ട്. ഇതിനിടയിൽ വീഡിയോ കാരണം ഹൻസികയുടെ
സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടിയെന്നും അതിനുവേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പരിഹാസത്തോടെ പറയുന്നവരുമുണ്ട്. സിനിമാ രംഗത്തേക്ക് നായികയായി തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഹൻസിക കൃഷ്ണ. അമൽ നീരദിന്റെ ബാച്ചിലർ പാർട്ടി 2ാം ഭാഗം എന്ന സിനിമയിൽ ഹൻസികയും ഉണ്ടെന്നാണ് വിവരം. സിനിമാ രംഗത്ത് ശോഭിക്കാൻ ഹൻസികയ്ക്ക് സാധിക്കുമെന്ന് കുടുംബം ആരാധകരും വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങേണ്ട ആവശ്യം ഹൻസികയ്ക്കുണ്ടായിരുന്നോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. സിനിമാ രംഗത്തെ ഭാവിക്കാണ് ഹൻസിക ശ്രമിക്കേണ്ടത്. സോഷ്യൽ മീഡിയ വിസിബിലിറ്റി കൊണ്ട് വലിയ കാര്യമില്ലെന്നും അഭിപ്രായങ്ങളുണ്ട്. അതേസമയം കൃഷ്ണകുമാർ കുടുംബത്തിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വിജയം കൈവരിച്ച ഹൻസിക മാത്രമാണ്. സഹോദരിമാർക്കൊന്നും വലിയ ശ്രദ്ധ ലഭിച്ചില്ല. അഹാന കൃഷ്ണയാണ് ആദ്യം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. ഇത് കണ്ടാണ് താനും തുടങ്ങിയതെന്ന് ഹൻസിക പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അഹാന കൃഷ്ണയ്ക്ക് അധികം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടില്ല. ഉള്ളവരുടെ എണ്ണം ക്രമേണ കുറയുകയും ചെയ്തു. കൃഷ്ണകുമാർ കുടുംബത്തിലെ ഇളയ മകളായ ഹൻസിക വീട്ടുകാർക്കെല്ലാം ഓമനയാണ്. സോഷ്യൽ മീഡിയയിൽ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ ഹൻസിക പങ്കുവയ്ക്കാറുണ്ട്. ഇന്ന് യുവതലമുറയിലെ നിരവധി കുട്ടികളുടെ ഫാഷൻ ഐക്കണാണ് ഹൻസിക കൃഷ്ണ. ഈ അടുത്ത് കൃഷ്ണകുമാർ ഹൻസികയെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇമോഷണലായ മകൾ ഹൻസികയാണ്. അവസാനത്തെ മകളാണെങ്കിലും വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവൾ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. ഹൻസികയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. 7.5 കൊല്ലം അവൾ ചികിത്സയിലായിരുന്നു. 1-2 കൊല്ലം ആശുപത്രിക്കകത്തായിരുന്നു. അന്നൊക്കെ എല്ലാവരും അവളുമായി വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും അമ്മു കരയും. അവരാണ് കൊണ്ട് നടക്കുന്നത്. ഹൻസികയെ ചുറ്റിപ്പറ്റിയായിരുന്നു വീട് പോയിക്കൊണ്ടിരുന്നത്. വീട്ടിൽ അശാന്തി ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാക്കാൻ ഹൻസിക വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പറ്റുമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.